ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മാരുതി ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മാരുതി ഓരോ വാഹനങ്ങൾ പുറത്തിറക്കുമ്പോഴും പുതിയ പുതിയ തരത്തിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് മാരുതി ഓരോ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത്. അക്കൂട്ടത്തിൽ ഇലക്ട്രിക് പരമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് മാരുതി കടക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിപ്ലവം തന്നെയായിരിക്കും ഇന്ത്യയിൽ സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു വാഹനത്തിൻ്റെ കേരള ലോഞ്ച്, അതായത് ഈ വിറ്റാരയുടെ കേരള ലോഞ്ചാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ലോഞ്ചിൻ്റെ കാര്യങ്ങളും നമ്മുടെ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാരുതിയുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഒരു വിപ്ലവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വാഹനമാണ് നമുക്ക് പിറകിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വാഹനത്തിൻ്റെ കേരള ലോഞ്ചായിരുന്നു ഇന്ന് എറണാകുളം കളമശ്ശേരിയിലുള്ള ഇൻഡസ് നെക്സ ഷോറൂമിൽ വെച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു വാഹനം വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്തായാലും ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകളൊക്കെ കൂടുതലായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കാലത്തും സാധാരണക്കാരെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന വാഹന നിർമ്മാണ കമ്പനിയായിരുന്നു മാരുതി എന്ന് പറയുന്നത്. ആ മാരുതിയുടെ ഇലക്ട്രിക് വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാർ അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് പർച്ചേസ് ചെയ്യും. അങ്ങനെ മാരുതി പുറത്തേക്ക് ഇറക്കിയ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമാണ് എനിക്ക് പിറകിലായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വാഹനം മാരുതിയുടെ ഈ വിറ്റാര എന്നറിയപ്പെടുന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വിറ്റാരയുടെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ മാരുതിയുടെ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വാഹനങ്ങളും മോശമായിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരം വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു വാഹനത്തിന് മാരുതി നൽകിയിരിക്കുന്നത്. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ഥിരം വരുന്ന ഒരു DRL നിന്ന് വ്യത്യസ്തമായിട്ടുള്ള DRLകളൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പനി ഈ ഒരു വാഹനത്തിന്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സെൻസർ യൂണിറ്റ്, അതായത് മാരുതിയുടെ പ്രീമിയം വാഹനങ്ങളിലൊക്കെ കാണാറുള്ള ഒരു സെൻസർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ DRLൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ കളറിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ബോഡി കളറായിട്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷിൽ ബമ്പർ വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഫോഗ് ലാമ്പ് യൂണിറ്റും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വ്യക്തമാകും എന്നുള്ള കാര്യം അറിയില്ല. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആചാരബാഹമായിട്ടുള്ള ഒരു വണ്ടിയാണ്. മുൻപിലായിട്ട് മാരുതി സുസുക്കിയുടെ ഒരു എംബ്ലം, അല്ലെങ്കിൽ സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ആ എംബ്ലത്തിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് നിങ്ങൾക്കൊരു ക്യാമറ യൂണിറ്റ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്പർ പ്ലേറ്റിൻ്റെ ബോർഡ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊരു ഇലക്ട്രിക് വാഹനം, അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ഇലക്ട്രിക് വാഹനങ്ങളും ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിൻ്റെ മുൻപിൽ നിന്നുള്ള വ്യൂ കൊണ്ടാണ്. ഇതൊരു ഇലക്ട്രിക് വാഹനമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇതൊരു ഇലക്ട്രിക് വാഹനമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അത് 100% ഷുവറായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഇതൊരു ഇലക്ട്രിക് വാഹനമായിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ള യാതൊരു ചാൻസും ഇല്ല എന്ന് തന്നെ പറയാനാകും. അപ്പോൾ ഈ വാഹനത്തിന് 2 വേരിയൻസാണ്, അല്ലെങ്കിൽ ബാറ്ററിക്ക് 2 വേരിയൻസാണ് വരുന്നത്. 49 കിലോവാട്ടിൻ്റെയും 61 കിലോവാട്ടിൻ്റെയും 2 വേരിയൻസാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പഴയ ചേസിലേക്ക് പുതിയ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ബോഡി കയറ്റുകയല്ല മാരുതി ചെയ്തത്. ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോഡി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ചേസ് നിർമ്മിച്ചെടുത്തതിന് ശേഷമാണ് മാരുതി ഈ ഒരു വാഹനത്തിനെ അതിൻ്റെ മുകളിലേക്ക് പ്രതിഷ്ഠിച്ചത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ബ്ലേഡ് ബാറ്ററീസാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബ്ലേഡ് ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വാഹനത്തിൻ്റെ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് ഊറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു വാഹനം മരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചാർജ് തീർന്ന് ഓഫാവുകയുള്ളൂ. അതായത് മറ്റു വാഹനങ്ങളെ പോലെ ഒരു 5 നിന്ന് അല്ലെങ്കിൽ 5% ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫാവുക, അല്ലെങ്കിൽ നമുക്കൊരു ഭയം ജനിപ്പിക്കുന്ന ഒരു വാഹനമല്ല ഈ ഒരു വാഹനം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്ലേഡ് ബാറ്ററീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബ്ലേഡ് ബാറ്ററീസ് നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം അതിനെ ഊറ്റിപ്പിഴിയാൻ പറ്റുമോ അത്രയും ഊറ്റിപ്പിഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു വാഹനം
ചാർജ് ഔട്ടായി റോഡിൽ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് 49 കിലോ വാട്ട്സിന് പറയുന്നത്, 49 ആയാലും 61 ആയാലും പറയുന്നത് 500 കിലോമീറ്ററിന് മുകളിലാണ്. കമ്പനി ഒഫീഷ്യലായിട്ടുള്ള ഒരു റേഞ്ച് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും 500 കിലോമീറ്ററിന് മുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാഹനത്തിൽ നിന്നും റേഞ്ചും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വാഹനത്തിൻ്റെ വിലയും കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ മാക്സിമം അതിനുള്ളിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വിലയും കമ്പനി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ വരും കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങും മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ചാർജിങ് സ്റ്റേഷനുകൾ ഇനി കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാരുതി ഒരു ഇലക്ട്രിക് വാഹനം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാർജിങ് സ്റ്റേഷനുകൾ ഇനി മുളച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 53% വാഹനങ്ങളാണ് മാരുതി ഇന്ത്യയിൽ വിറ്റഴിച്ചിട്ടുള്ളത്. അതായത് പകുതിയിൽ കൂടുതൽ വാഹനങ്ങളും മാരുതിയുടെ പ്ലാന്റിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മാരുതി ഒരു ഇലക്ട്രിക് വാഹനം ഇറക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ആ വാഹനങ്ങൾ വിറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചാർജിങ് സ്റ്റേഷനുകളും നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനാകുന്നത് അതിമനോഹരവും അതിവിശാലവുമായിട്ടുള്ള ഒരു 18 ഇഞ്ചിൻ്റെ വീൽസാണ് ഈ ഒരു വാഹനത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത്. സൈഡ് വരുന്ന ഫോൾഡബിൾ മിറേഴ്സ് ബോഡി കളറല്ല, ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ മാരുതിയിൽ നൽകിയിട്ടുള്ളത് പോലുള്ള ഡോർ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റ് കാർ ബ്രാൻഡ്സ് അതായത് ടാറ്റയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറായിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ചുകൂടി പ്രയോജനപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ബാക്ക് ഡോറിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ 3rd ജനറേഷൻ സ്വിഫ്റ്റിലൊക്കെ കണ്ടതുപോലെ ഡോർ ഹാൻഡിൽ കുറച്ച് മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോറും 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറുകളല്ല. 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോർസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ മാരുതിയുടെ പ്രൊഡക്ഷൻ കുറച്ചുകൂടി കൂട്ടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. നമ്മളപ്പോൾ സീറ്റിന് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സീറ്റ് ഫ്രണ്ടിലേക്കും പുറകിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ നടുഭാഗത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ബാക്ക് റോയിലെ മൂന്നാമത്തെ സീറ്റ് അല്ലെങ്കിൽ നടുക്കലത്തെ സീറ്റ് നമുക്ക് ഇതേപോലെ റിക്ലൈൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ആംറസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനകത്ത് തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. മാരുതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പോസിബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ കാണുന്നത് തന്നെ ഒരു സന്തോഷമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ വാഹനത്തിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ റൂഫ് അല്ല, മൂൺ റൂഫാണ്. മൂൺ റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു കവർ ഉണ്ട്, അതൊന്ന് സ്ലൈഡ് ചെയ്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, സൺ റൂഫ് അല്ല, മൂൺ റൂഫാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. റിയർ ലാമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൊള്ളാം. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം ഈ ഒരു ബാക്ക് റോയിലെ സീറ്റാണ്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. ബാക്ക് റോയിൽ അതേപോലെ തന്നെ AC വെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും ഒരു ലെതർ ഫിനിഷും ചേർന്നിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആയാലും സീറ്റുകൾക്കായാലും നൽകിയിട്ടുള്ളത്. ഞാൻ പ്രത്യേകം നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു വാഹനത്തിന് സൺറൂഫിന് പകരം മൂൺ റൂഫ് കൊടുത്തത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. സൺറൂഫ് കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ റൂഫ് ഒരു പാനോറമിക് സൺറൂഫ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെന്ന് വിചാരിക്കുന്നു. വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പുതിയ വേരിയൻസ് ഇറങ്ങുന്നതനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടാകും എന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേക്ക് വരുന്ന സമയത്ത് 2 സ്ട്രോക്കായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ക്രൂയിസ് കൺട്രോൾ, നമ്മുടെ ഓഡിയോ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, വോയിസ് കമാൻഡ്സ്, മോഡ്, ഇൻഫർമേഷൻ, ട്രിപ്പ്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ നൽകിയിട്ടുണ്ട്. AC വെൻറ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള മാരുതിയുടെ ഒരു സ്ഥിരം ക്ലീഷേ ലുക്കിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു AC വെൻറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നടുക്കിലേക്ക് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നു. അപ്പോൾ
ഗിയർ നോബൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാരുതി എന്ന് ഓട്ടോമാറ്റിക് വേരിയൻസ് ഇറക്കിയോ അന്ന് മുതൽ കാണുന്ന ഒരു ഗിയർ നോബിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗിയർ നോബാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന വാഹനങ്ങൾക്കെല്ലാം, അതായത് മാരുതിയുടെ ഇനി വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം ഓൾമോസ്റ്റ് ഇതേ ഗിയർ നോബ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് AC കൺട്രോൾസ്, അതേപോലെ തന്നെ എയർ ഇൻടേക്ക്, ഇങ്ങനെയുള്ള സ്വിച്ചസ് എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമ്മുടെ ലംബോർഗിനി, ഫെറാറി ഇതുപോലുള്ള വാഹനങ്ങളുടെ സ്വിച്ച് വരുന്നത് പോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഈ വാഹനങ്ങളുടെ സ്വിച്ച് അല്ലെങ്കിൽ AC കൺട്രോൾ വെൻറ്റുകൾ അല്ലെങ്കിൽ AC കൺട്രോൾ സ്വിച്ചസ് എല്ലാം വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഹസാർഡ് ലൈറ്റ് കൂടി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പുറകു വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് അല്ല ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. എങ്കിലും മുൻപിലെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ്, മുമ്പിലെ ഹെഡ്ലൈറ്റ് പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. റിയർ ഡീഫോഗർ നൽകിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോയിലർ കണ്ടോ, സ്ഥിരം വരുന്ന വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പോയിലറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. റിയർ വൈപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഹനം എന്ന് തന്നെ ഇതിനെ പറയാനായിട്ട് സാധിക്കും. മാരുതിയുടെ ഒരു ബാഡ്ജിങ്, അതിന് തൊട്ട് താഴെയായിട്ട് ഈ വിത്താര എന്നുള്ള ഒരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അധികമായിട്ട് ക്രോമുകളോ കാര്യങ്ങളോ കുത്തിക്കയറിയിട്ട് ഈ ഒരു വാഹനം വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട് മാരുതി ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാനാകും. അതുപോലെ തന്നെ നമ്മുടെ ഡിക്കി ഓപ്പണിങ് വരുന്നത്, നമ്മളിവിടെ ഒന്നും തപ്പിയിട്ടൊരു കാര്യമില്ല, നമ്മുടെ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ടാണ് ഡിക്കിയുടെ ഓപ്പണിങ് വരുന്നത്. ഡിക്കി ഓപ്പണിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ഡിക്കിയുടെ അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ബട്ടനോട് ചേർന്ന് തന്നെയാണ് റിയറായിട്ട് വരുന്ന ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു പിൻഭാഗം എന്ന് തന്നെ ഈ ഒരു വാഹനത്തിനെ പറയാനാകും. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഡിക്കി ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ബട്ടൺ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയാസകരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പറയാനാകും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറായിട്ടുള്ള ഈ വിത്താരയായിരുന്നു. അപ്പോൾ ഒരു ഓപ്പൺ സ്പേസിലായിരുന്നു നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗണ്ടിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.